ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നേ അപ്പം അതുപോലെ ഞാൻ 5:30 തന്നെയാണ് എണീറ്റത്. വീഡിയോ എടുക്കുന്ന ദിവസം 5 മണിക്ക് എണീക്കണമെന്ന് എന്നും വിചാരിക്കും. പക്ഷേ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി കേട്ടോ. അത് കാരണം ഇന്ന് വീണ്ടും 5:30ക്കാണ് എണീറ്റത്. ഒരുപാട് കറികളൊന്നും വെക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് 5:30 തന്നെ എണീക്കാന്നേ. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ആദ്യത്തെ പണി ചോറിന് വെള്ളം വെക്കുക എന്നുള്ളതാണ്. അത് കണക്ക് തന്നെ ഞാൻ അടുപ്പൊക്കെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലേ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് കണക്ക് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും മറന്നു പോരുത്. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ മോൾക്ക് ചായ ഇടാൻ പോവുകയാണേ. രാവിലെ തന്നെ അവൾ എന്നോടൊപ്പം എണീറ്റിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് മോഡൽ പരീക്ഷ തുടങ്ങിയേ. അപ്പോൾ അവൾക്ക് ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയുമാണ് കേട്ടോ. 2 വിഷയമുണ്ട് ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിട്ടാണ് കിടന്നതെന്ന്. മോൾ ഇച്ചിരി നേരം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞ് അവൾ കിടന്നപ്പോൾ. അപ്പോൾ അവൾക്ക് കൂട്ടിരുന്ന കാരണമാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അതുകൊണ്ട് ആ മാവ് ആക്കി വെച്ചതെല്ലാം തൂവിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ചായ കൊണ്ട് കൊടുത്തിട്ട് വന്ന് വൃത്തിയാക്കാമെന്ന് കേട്ടോ. എനിക്കങ്ങനെ ഇതുവരെ ഇങ്ങനെ മാവൊന്നും അങ്ങനെ തൂവി പോയിട്ടില്ല കേട്ടോ. അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചതാണേ. എന്തോ പറ്റിയെന്നറിയില്ല. ഇന്നലെ ഇച്ചിരി നേരത്തെയാണ്, വൈകിട്ടാണ് അരച്ച് വെച്ചത്. അത് കാരണമായിരിക്കും അത് തൂവിപ്പോയത്. ഒത്തിരി നേരം ഇരുന്നാണ്. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ വലിയ പണിയാണ് കിട്ടിയത് കേട്ടോ. അതെല്ലാം വൃത്തിയാക്കുന്ന ഒരു വലിയ പണിയാണ്. നോക്കേ, ആ തറയിൽ പോയതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ. പിന്നെ ഞാനതെല്ലാം തുടച്ച് അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ വെക്കുന്നത്. ചേട്ടനും കുടിക്കാൻ കൊടുത്ത്. പിന്നെ ഞാൻ രാവിലെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചൂട് കുടിക്കുമ്പോൾ അതെവിടെയെങ്കിലും ഇരുന്നൊന്ന് കുടിക്കണം കേട്ടോ. ഇന്ന് അവിടെ ടേബിളിലൊന്നും പോയിരുന്ന് കുടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇവിടെ ഇരുന്നങ്ങ് കുടിച്ചിട്ടാ. പിന്നെ ഇതാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഇല്ലേ, പിന്നെ ഐസ് ക്യൂബ്, ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയും നാരങ്ങയും ഇഞ്ചിയൊക്കെ ചേർത്ത് അതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ക്യൂബാക്കി വെച്ചേക്കുന്നത്. അതാണ് ഞാനും ഒന്ന് ചെയ്തു നോക്കി കേട്ടോ. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും ചെയ്യണമെന്നല്ലേ. അപ്പം ഞാനും ഒന്ന് ചെയ്ത് നോക്കി. ഇതിപ്പോൾ മോൾക്ക് കുടിക്കാനാണ്. ഞാനെന്നെങ്കിൽ പക്ഷേ അത് അവർ ചൂടുവെള്ളത്തിലാണ് ഇടുന്നത്. ഞാൻ പക്ഷേ ചൂടുവെള്ളത്തിൽ ഇട്ടില്ല കേട്ടോ. പണ്ട് ഞാൻ PSC പഠിക്കുമ്പോഴേ അതിനകത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, വൈറ്റമിൻ C ചൂട് തട്ടിയാൽ നഷ്ടപ്പെടുമെന്ന് കേട്ടോ. എന്തിനാണ് നമ്മൾ ഇത്രയും പാടുപെട്ടുണ്ടാക്കിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയുന്നത്? അതുകൊണ്ട് ഞാനത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കുടിച്ചത്. പിന്നെ മോൾക്ക് കൊടുത്തത് കേട്ടോ. പിന്നെ ഇതാണ്ട ചേട്ടന് ഞാൻ കട്ടൻ ചായ ഇടുക കേട്ടോ. രാവിലെ ഒരു കട്ടൻ ചായ പതിവുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മോള് ചോദിക്കുവേ, അമ്മ എന്താ എന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മടുക്കത്തില്ലേ? എന്നും രാവിലെ എൻ്റെ ചോറും കറിയും വെക്കുന്നു, ചായ ഇടുന്നു, പാത്രം കഴുകുന്നു. അപ്പം ഞാൻ ഇതുവരെ അതങ്ങനെ ചിന്തിച്ചിട്ടില്ല, മടുക്കുന്ന കാര്യത്തെക്കുറിച്ച്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? രാവിലെ എണീക്കുന്നു, പാത്രമൊക്കെ കഴുകുന്നു, പാചകം ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, തുണി അലക്കുന്നു, ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് ചിന്തിച്ചു, എന്ന് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പം അത് നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു മടുപ്പ് തോന്നുമോയെന്ന്. പിന്നെ വേറെ ഒന്നും ഇടാൻ വീഡിയോ ഇല്ലല്ലേ, ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ അധികം പോകുന്നില്ലല്ലേ. അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ച് മടുക്കത്തില്ലായിരിക്കും, എല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ അല്ലയോ എന്ന്. അങ്ങനെ ഞാനും ഞാനൊരു കൊച്ചു ഗ്ലാസ്സിലാണേ കുടിച്ചത്. അത് രാവിലെ കേക്ക് മുറിക്കാൻ പോകുമെന്നൊന്നും ആരും കരുതി പോരുത് കേട്ടോ. ഇതേ മുട്ടയാട്ടോ, കാടമുട്ട ഒരു പാക്കറ്റായിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. അതാകുമ്പം ലാഭമാണ് കേട്ടോ. മുട്ടക്കട മൊത്തക്കടയില്ലേ, അവിടുന്ന് ചേട്ടൻ മേടിച്ചുകൊണ്ട് വരും. 50 മുട്ടയ്ക്ക് 140 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കത്തില്ലയോ കവറിനകത്ത്, അത് 10 മുട്ടയ്ക്ക് 40 രൂപ എങ്ങാണ്ടാണ്. അത് കാരണം ഇങ്ങനെ മേടിക്കും. നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് പറയും കൊച്ചുങ്ങൾക്കൊക്കെ ഈ കാടമുട്ട കൊടുത്താലേ. അത് കാരണം ഞങ്ങൾ മേടിക്കും. എല്ലാ മാസവും ഒരു പാക്കറ്റ് വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, അങ്ങനെ കേടാവത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഒരു മാസം പകുതിയാവുന്നോളം ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ മറ്റേ കോഴിമുട്ടയും മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തും ഓരോരുത്തർക്ക് ഇത്രയാണ്. അല്ലെങ്കിൽ അതല്ലേ നല്ലത്, എല്ലാവർക്കും ഒരേ കണക്ക് കൊടുക്കുക എന്നത്. ഇങ്ങനെ തന്നെ ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കത്തേയുള്ളൂ കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ഇതിനകത്തൊന്നല്ലേ, അത്
കണ്ടോളൂ എന്താണെന്ന്. ഞാനൊരു കവറൊക്കെ ആയിട്ട് വന്ന് രാവിലെ നിൽക്കുന്നത് എന്താണെന്ന് നോക്കണ്ട കേട്ടോ. അതിനകത്തെ മുരിങ്ങക്കോല ഞാനാണെങ്കിൽ യൂട്യൂബിലെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മുരിങ്ങക്കോല് കവറിനകത്തിട്ട് വെച്ചാൽ ഉണങ്ങിപ്പോത്തില്ലെന്ന് കേട്ടോ. അന്ന് മുതൽ ഞാനും ഇത് കണക്കാണ്. ഇതിപ്പം അരിപ്പൊടിയുടെ കവറാണ്, ഞാൻ മേടിച്ച അരിപ്പൊടിയുടെ അല്ല, അപ്പുറത്തെ കൊച്ചു വാങ്ങിച്ചത്. അതിനകത്ത് എനിക്കാണെങ്കിൽ ചെടി നടാനൊക്കെ തരും, കൃഷിയൊക്കെ ചെയ്യാൻ നല്ല കട്ടിയുള്ള കവറാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ കവർ കിട്ടാഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് അങ്ങ് ചുറ്റി വെച്ച് കേട്ടോ. അരിപ്പൊടിയുടെ അല്ലേ, കുഴപ്പമില്ലെന്ന് വിചാരിച്ച്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, ഉണങ്ങിപ്പോത്തില്ല കേട്ടോ. ഒത്തിരി ദിവസം നമുക്കിരിക്കാം, 1 മാസത്തോളമൊക്കെ ഉണങ്ങാതിരുന്നോളും. ഇന്ന് ഞാൻ കൊഞ്ചുകറിയാണ് വെക്കുന്നത്, തേങ്ങ അരച്ച കൊഞ്ചുകറി. അതിന് ഞാൻ മുരിങ്ങക്കോലും തക്കാളിയും പച്ചമുളകും ഒക്കെ എരിവിന് നല്ല പച്ചമുളകൊക്കെ ഇട്ടാണ് വെക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഞ്ചി ഇടുന്ന ഇഷ്ടമല്ല കറികളിൽ. അധികം ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന കറികളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ ചില ഉള്ളിക്കറി വെക്കുമ്പോഴൊക്കെ ഇഞ്ചി ഇടത്തില്ലേ, അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം ഇതിനകത്ത് കേട്ടോ, കൊഞ്ചല്ലേ. ഞാനാണെങ്കിൽ ഇഞ്ചി ചേർക്കുന്നില്ല. പകരം അതിനകത്ത് തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കോലും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കൊഞ്ചൊക്കെ ഞാൻ തലേന്ന് തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഐസ് പോയിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേക്ക് അത് ഐസ് പോയി വരും കേട്ടോ. അത് ഞാൻ ചട്ടിയിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങ് എടുക്കാം. എനിക്കാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം വീണ് കഴിഞ്ഞാൽ അന്നേരം തുടച്ച് മാറ്റില്ല എന്തോ പോലെ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോഴത്തേക്ക് കൊഞ്ച് എല്ലാം ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനി ആ മുരിങ്ങക്കോലും തക്കാളിയും പച്ചമുളകും ഇച്ചിരി വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. എന്നിട്ട് അരച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഇതിനെല്ലാം തേങ്ങ വേണ്ടേ. തേങ്ങ നോക്കിയപ്പം തേങ്ങ തീർന്നിരിക്കുകയാണേ. അങ്ങനെ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് ഇട്ടപ്പോഴേ അപ്പുറത്തൊരാളിരുന്ന് പഠിക്കുന്നുണ്ടേ, മൂത്തവൾ ദേവു. പരീക്ഷയല്ലേ, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അതും പറ, ഒത്തിരി കാലമായമ്മ തേങ്ങ വെള്ളം കുടിച്ചിട്ട്, എനിക്ക് ഇച്ചിരി തേങ്ങ വെള്ളം തരാം. അങ്ങനെ ഞാൻ തേങ്ങ വെള്ളം അവൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാം. അപ്പോൾ അവൾ എന്തോ പറഞ്ഞ് ഞാൻ ചിരിക്കുകയാണേ, എന്തോ പറഞ്ഞ് ചിരിച്ചു, പക്ഷേ എന്തോന്ന് ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഇനി നമുക്ക് കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവി എടുക്കാം. പിന്നെ ഈ കറിക്ക് മാത്രമല്ല, ഇന്ന് നമ്മളാണെങ്കിലേ തേങ്ങ അരച്ച ഉള്ളിക്കറിയാണ് വെക്കുന്നത്, മുട്ടക്കറി. അപ്പോഴത്തേക്ക് ചേട്ടൻ പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് കറിക്കുള്ളത് അരയ്ക്കുന്നതിനകത്ത് നമ്മൾ 2-3 ചുമന്നുള്ളി ഇടണം. ചുമന്നുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. ഒരു 2 പിടി തേങ്ങ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിന് കൊഞ്ചിൻ്റെ അളവും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തേങ്ങയൊക്കെ ചേർക്കാൻ. ഒത്തിരി കൊഞ്ചൊക്കെ ഉള്ളെങ്കിൽ ഒരുപാട് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ അതിനൊരു രുചി കാണത്തില്ല. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് നമ്മൾ വേറെ പുളി, തക്കാളി മാത്രമല്ല ചേർത്തോളൂ, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വാളൻപുളി പിഴിഞ്ഞതും കൂടെ അതിനകത്ത് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് അത് വെന്തിരിക്കുന്ന മുരിങ്ങക്കോലും കൊഞ്ചുമൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. തേങ്ങ മീൻകറിക്ക് അരയ്ക്കുന്ന കണക്ക് തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവായും ചേർക്കത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകത്തിനിട്ട് ഇതൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയും ഇച്ചിരി കുറച്ച് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ തീയിലിട്ട് നമുക്ക് വേവിക്കാം. ഇന്ന് നമുക്കാണെങ്കിൽ തോരനായിട്ട് ബീട്രൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് പോകും കേട്ടോ. എപ്പോഴും ഇന്ന് അവിയലിന് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തില്ല. എനിക്കാണെങ്കിൽ എരിവുള്ള കറികളുള്ളപ്പോഴാണ് അവിയൽ കൂട്ടാൻ ഇഷ്ടം. എന്ന് വെച്ചാൽ മുളക് കറി വെക്കത്തില്ലേ, മീനൊക്കെ മുളക് കറി വെക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ കൂടെ അവിയൽ കൂട്ടാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അല്ലാതെ തേങ്ങക്കറി വെക്കുമ്പോൾ എനിക്ക് അവിയൽ കൂട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം പിന്നെ ഞാൻ അവിയലിന് എടുത്തില്ല, പിന്നെ മേടിച്ച് തോരൻ വെക്കാമെന്ന്. അങ്ങനെ ബീട്രൂട്ടും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിൽ വാട്ടിയിട്ട് തേങ്ങാപ്പീരിയിട്ടെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചടുപ്പിനകത്തോട്ട് കൊഞ്ചുകറി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരുവിധം വേവായി വരുന്നുണ്ട്. ഇനി കടുവറുത്ത് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയിട്ട് നമുക്ക് തോരനുള്ളതും കൂടെ അങ്ങ് അടുപ്പിലാക്കാം.
അതൊന്ന് ചെറിയ തീയിലിട്ട് വാട്ടിയെടുക്കുക, ഉപ്പൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കാണെങ്കിലേ അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ടേ. നമുക്ക് അരിയൊക്കെ ഒന്ന് ഊറ്റിയിട്ടിട്ട് ബാക്കി പണി തുടങ്ങാം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എനിക്ക് അരി ഊറ്റുന്നത് വലിയ കലത്തിലൊക്കെ അരി ഊറ്റാൻ ഭയങ്കര പേടിയാണ്. ഇച്ചിരിയൊക്കെ ഉണ്ടെങ്കിൽ പെയ്യനെ ഞാൻ അങ്ങ് ഊറ്റിയെടുക്കും. ഈ അരി ഊറ്റുന്ന പാത്രം നല്ല പാത്രം കേട്ടോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അരച്ച് ഉള്ളിക്കറിയാണ് വെക്കുന്നതെന്ന്, അതിനുള്ള ഉള്ളിയാണ് അരിയുന്നത്. അതിനാണെങ്കിൽ ഒത്തിരി ഉള്ളിയൊന്നും വേണ്ട. നമുക്ക് കറി വെക്കാനാണെങ്കിൽ ഒരു സവാളയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള കറിയാണ്. ഇതിപ്പോൾ ഒരു 1.5 സവാള എടുത്തിട്ടുള്ളൂ. കൊച്ചു സവാളയായിരുന്നേ, അത് ഒരു 1.5 സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ കുറവുള്ളപ്പോൾ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. പിന്നാണെങ്കിൽ ഞാൻ കടുക് പൊട്ടിച്ച് ആ സവാളയും പച്ചമുളക് നമ്മൾ ഈ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കണം കേട്ടോ. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞാൻ ഇച്ചിരി എൻ്റേതായ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് വെച്ച കറിയാണേ. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്. തേങ്ങാപ്പീര ഇടാം നമുക്ക് കേട്ടോ. ഇനി തേങ്ങാപ്പീര ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇച്ചിരി ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മീൻ വറുക്കാനുള്ളത് അതിനകത്ത് അരപ്പ് പുരട്ടി വെക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പം കൊഴുവാന്ന് പറയുന്നൊരു മീനാണ്. അതിനകത്ത് പിന്നെ ഞാൻ അരപ്പൊക്കെ പുരട്ടി. ഇന്ന് കറി വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ വരച്ച് പൊരിക്കാമെന്ന്. ഇനി നമുക്ക് ഉള്ളിക്കറിക്ക് വേണ്ടുന്നതാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം ഞാൻ 2-3 അണ്ടിപ്പരിപ്പാണ് ഇട്ടത്. പിന്നെ പെരിഞ്ചീരകവും ഏലക്കയും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അണ്ടിപ്പരിപ്പ് കുതുക്കാൻ മറന്നുപോയി, അരയ്ക്കാൻ നേരത്താണ് ഓർത്ത്. അത് കാരണം ഒന്ന് പൊടിച്ചെടുത്തത് കേട്ടോ, അല്ലെങ്കിൽ അരയാതെ കിടക്കാം കേട്ടോ. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ, എത്ര കറി വേണം അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. എരിവിന് പച്ചമുളകും ചേർക്കും. പിന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എല്ലാം അങ്ങ് തറയിലൊക്കെ വീഴുക കേട്ടോ. അടപ്പ് തറ വീണ് അവിടെ എല്ലാം അങ്ങ് ആ അരപ്പിൻ്റെ അതെല്ലാം പറ്റി. എനിക്കാണെങ്കിൽ എപ്പോഴും ഈ വൃത്തിയാക്കുന്ന എനിക്ക് ഭയങ്കര മടിയാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാതെ അവിടെ ഇട്ടേക്കാനും പാട്. അങ്ങനെ ഞാൻ അന്നേരം തന്നെ കയ്യോടെ അങ്ങ് വൃത്തിയാക്കി എടുക്കും കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ അരപ്പൊക്കെ കറിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള കറികൾ നമ്മൾ വെക്കുമ്പോഴേ നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ കറിക്ക് അല്ലെങ്കിൽ ഒരു പച്ച ചവയ്ക്കുന്നതാണൊക്കെ തോന്നും. ആ കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോൾ. നമ്മൾ എപ്പോഴായാലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് അതൊന്ന് കുറുകുന്നിടം വരെ. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്താണേ അത് നന്നായിട്ടങ്ങ് കുറുകിക്കോളും കേട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ മുട്ടയ്ക്കകത്തോട്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. ഇനി നമുക്കാണെങ്കിൽ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനുണ്ടല്ലേ, അത് ഒന്ന് പൊരിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അന്നേരമാണെങ്കിലേ പിന്നെ മീൻ അങ്ങോട്ട് വറുക്കാൻ വെക്കുമ്പോഴേ നമ്മളൊന്ന് അനക്കി വെച്ച് കൊടുക്കണം. അപ്പോഴും അത് നമുക്ക് തിരിച്ചിടാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം വേണ്ട എത്ര പെട്ടെന്നാണ് തിരിച്ചിട്ടത്. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. വേ ഓഫ് കല്യാണി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലില്ലേ, ആ കുട്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. ആര് നല്ലത് പറഞ്ഞു തന്നാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് കാരണം ഞാനത് അങ്ങനെ നല്ല കാര്യമല്ലേ പറഞ്ഞു തന്നത്, അതുകൊണ്ട് ഞാൻ അത് പ്രാവർത്തികമാക്കും എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ കറിക്ക് നേരത്തെ കടുക് വറുത്തൊഴിച്ചില്ലല്ലേ, അത് കാരണം കറിക്ക് കടുക് വറുത്തൊഴിക്കത്തില്ലേ, അതാണ് നമ്മൾ കടുക് വറുത്തൊഴിച്ചില്ലായിരുന്നല്ലേ. ചിലരൊക്കെ ഈ കടുക് വറുത്തൊഴിക്കുന്നതിന് എന്തോ പറയുക, വേറെ വറവിടുക എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കടുക് വറുത്തൊഴിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അത് മൂത്ത് കഴിയുമ്പം കറിക്കകത്തൊഴിക്കും. അതിനെയാണ് ഞങ്ങൾ കടുക് വറുത്തൊഴിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. വറവിടാമെന്നും പറയുന്നത്, അത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് കടുവൊക്കെ വറുത്തൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചിരിക്കാം. അപ്പോൾ അത് തണുത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മണമൊക്കെ അതിന് പിടിക്കും കേട്ടോ.
ഇനി നമുക്ക് അപ്പം ചുടാനുണ്ട്. നമ്മൾ നേരത്തെ ഇന്നലെ ആട്ടി വെച്ചിരുന്നതാണ്, അപ്പത്തിനുള്ള മാവാണ്. അതിപ്പോൾ നമുക്കൊന്ന് അപ്പം ചുട്ടെടുക്കാം. പിന്നെ ഈ അപ്പം ചുടുന്ന സമയത്തേ, ആ സമയത്താണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകുകയും കൗണ്ടർ ടോപ്പ് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കേണ്ടല്ലോ, നമ്മൾ മാവ് ഒഴിച്ചിട്ട് അത് ഇച്ചിരി സമയം വേണമല്ലേ അത് വേവാൻ. ആ സമയത്ത് നമുക്ക് ആ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ മോൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയെന്ന്, മോഡൽ. കാരണമാണ് ഞാൻ 2-3 ദിവസം വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഇച്ചിരി തിരക്കായിപ്പോയി. മോൾക്കും ഇളയവൾക്കും പരീക്ഷയാണ് കേട്ടോ, GK പരീക്ഷയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റായത് കേട്ടോ. ഇനി ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ ഇടാൻ സമയമൊക്കെ കിട്ടും. പിന്നെ ഇന്ന് മോളാണെങ്കിലേ ലഞ്ചിന് ചോറ് കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 2 പരീക്ഷയില്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം ഒന്നും വായിക്കാൻ സമയം കിട്ടത്തില്ല, ഒത്തിരി നേരം എടുക്കും ചോറ് കഴിക്കാൻ. അത് കാരണം അപ്പം തന്നു വിട്ടാൽ മതിയെന്ന് പറയാം. പക്ഷേ ചേട്ടൻ വഴക്ക് പറയും കേട്ടോ, കൊച്ചുങ്ങൾ ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണം, ആകെ ഒരു നേരമല്ല ചോറ് കഴിക്കുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. അത് കാരണം പിന്നെ ഞാൻ ചേട്ടൻ്റെക്ക് പറഞ്ഞില്ല, അപ്പം കൊടുക്കുവാന്ന് പറഞ്ഞു കേട്ടോ, പറഞ്ഞില്ല കേട്ടോ. പിന്നെ അങ്ങ് കൊടുത്തു വിട്ട്, അല്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കും. അങ്ങനെ ഞാൻ മോക്കുള്ള ലഞ്ചൊക്കെ അങ്ങ് പാക്ക് ചെയ്ത് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് മോള് കാപ്പിയൊക്കെ കുടിച്ച് പോകാനിറങ്ങി. അവളെ കൊണ്ടാക്കാൻ പോവുകയാണ് ചേട്ടൻ പിന്നെ വന്നിട്ടേ ഓഫീസിൽ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ബാഗൊക്കെ ഞാൻ കൊടുത്ത് അവരെ പറഞ്ഞു വിടാനായിട്ട് പോവുക. അവൾക്ക് 9:30-ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. TKM-ൽ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് സമയം മതി നമുക്ക് സ്കൂളിലോട്ട് പോകാനേ. ഇപ്പം 9 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി ആ സമയമാകുമ്പോഴത്തേക്ക് 9:30-ക്ക് മുമ്പ് ചെല്ലും. ഇച്ചിരി സമയം മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ അവൾ മറന്നത് ഞാൻ ഓടി വന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണേ. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ ബയോവിനകത്ത് ഇടാനായിട്ട് കൊണ്ടുപോയതാണേ. ഇനി നമുക്ക് എന്നാലും എത്ര പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നാലും ഒരു ഇച്ചിരി കൂടെ വൃത്തിയാക്കാൻ കാണും, കാപ്പി കുടിച്ച പാത്രവും ഒക്കെ. അവസാനത്തെ പണിയാണ് എൻ്റെ ഈ പാല് കാച്ചൽ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകുകയും ബാക്കിയുള്ള പണികളൊക്കെ ഒതുക്കുന്നത് കേട്ടോ, ഈ പാല് കാച്ചുന്ന സമയത്ത്. പാലടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ തിരിഞ്ഞ് നോക്കുന്നതേ പാല് പൊന്തി വരുന്നുണ്ടോ എന്നാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാ പാത്രവും കഴുകിയെടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പാല് ഞാൻ നോക്കും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ പാല് തിളച്ചു പോകുന്ന കാരണമാണ് ഞാൻ ഏറ്റവും അവസാനം ഇത് ചെയ്യുന്നത്. അപ്പോഴും ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയത് പാലണയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ രാവിലത്തെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.